ദേ ബാംഗ്ലൂർ ബസ്. ഇതാണ് ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ പ്രധാന വാതിൽ. നിങ്ങൾ പരമാവധി ആൾക്കാർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂട്ടാ. എല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാനും ഫെമിയും കൂടി ബാംഗ്ലൂർ പോകാനുള്ള പരിപാടിന്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിന്റെ പേര് തൃശ്ശൂർ ടു ബാംഗ്ലൂർ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിശേഷങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ബാംഗ്ലൂർ പോയി തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ പറ്റാവുന്ന പോലെയൊക്കെ കാണിക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങണം കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ എന്താണ് പറയൂ, എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. നമ്മുടെ ബസ്സിൻ്റെ ആൾ വിളിച്ചിരുന്നു. നമ്മുടെ ബസ് തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് മുന്നിൽ നിന്നല്ല, നമുക്ക് തൃശ്ശൂർ സഫയറിൻ്റെ മുന്നിൽ നിന്നാണ് ബസ്. നമുക്ക് ആ സഫയറിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്ന് നടക്കാം. അതിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ സമയം രാത്രി 9:40 നമ്മുടെ ബസ്. അവർ വിളിച്ചിരുന്നു, റൈറ്റ് ടൈമിന് തന്നെ ബസ് വരും. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഹോട്ടൽ അലിയ അതിൻ്റെ അപ്പുറത്ത് തന്നെ കാണാം സഫയർ, അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സഫയർ മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സഫയറിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ബസ്. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാം, ബസ് ഇപ്പോൾ വരും. ഞങ്ങളപ്പോൾ തൃശ്ശൂർ സഫയറിൽ നിന്ന് തന്നെയാണ് രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചതും. ഒരു ബിരിയാണി മേടിച്ചു, 2 ആൾ കൂടി കഴിച്ചു. അതാണ് ഇന്ന് രാത്രി കഴിച്ച. ദേ നമ്മുടെ ബസ് വന്നു. നമ്മളതിൽ കയറി പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. നമ്മൾ പോകുന്ന ബസ്സിൻ്റെ പേര് ശ്യാമ ട്രാവൽസ്. അപ്പം ഞങ്ങൾ ബസ്സിൽ എത്രയും പെട്ടെന്ന് കയറി പറ്റട്ടെ. ബാക്കി കാര്യങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം. ബസ്സിൻ്റെ ഉള്ളിൽ കയറി ബസ്സിൻ്റെ സീറ്റ് നമ്പറൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ സീറ്റിൽ ഇരിക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നമുക്ക് എന്തായാലും താഴെയാണ്, മുകളിലല്ല. ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ബസ്സിൽ കയറി. ഫെമി എങ്ങനെയുണ്ട്, സുഖാണോ? സ്ലീപ്പറിലാണ് കയറിയേക്കണേ. ഞങ്ങളിത് ഇപ്പം ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞതിൽ അധികം നേരം ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കിടക്കും, ഉറങ്ങും. രാവിലെ 6 മണിക്ക് അല്ലേ, 6 മണിക്കല്ലേ എത്തുന്നു പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ബസ് യാത്ര ആരംഭിക്കാണ്. നിങ്ങളും കൂടെ ഉണ്ടാവുക. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബാംഗ്ലൂരത്തെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. തൃശ്ശൂരിൽ നിന്ന് കയറി ഞങ്ങൾ സ്ലീപ്പറിലാണ്. ഇപ്പോൾ സ്ലീപ്പറിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇത്. സമയം രാത്രി 9:40 ബസ് കറക്റ്റ് ടൈമിന് വന്നു. ഇപ്പോൾ സമയം രാവിലെ 5:30. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മടിവാളയിൽ ഇറങ്ങണം. ഏകദേശം ഒരു അരമണിക്കൂർ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ബാംഗ്ലൂരല്ലല്ല ബംഗളൂരു ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ബാക്കി പറയാം. അപ്പോൾ ഇതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയേണ്ടത്. അതാണ് നമ്മുടെ ബംഗളൂരു പോണ ബസ്സിലെ സ്ലീപ്പർ. ഇതിലിങ്ങനെ നേരെ കിടന്ന് പോവാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ബസ്സിൽ കയറിയാൽ ഇരിക്കാൻ പറ്റില്ല. ശരി, വേറൊന്നുമില്ല, വോമിറ്റ് ചെയ്യാൻ വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ സ്ലീപ്പർ ബസ്സിൽ കയറി അപ്പൊക്കെ എടുക്കും. സ്ഥലം എത്തണ നേരമാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബസ്സിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. അങ്ങനെ രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞാനും ഫെമിയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമിലെത്തി. ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പ് അല്ലേ, മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. അതുപോലെ ഞങ്ങൾ വന്നത് ബസ് മറ്റേ റെഡ് ബസ് വഴിയാണ് ബസ്സിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എത്തി. റൂം അത്യാവശ്യം കുഴപ്പമില്ല. റൂമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് രാവിലെ 6:30 ചെക്ക് ഇൻ ചെയ്ത് ഇന്ന് രാത്രി 10 o'clock ആകുമ്പോഴേക്കും ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇവിടുന്ന് പോകും. അപ്പോൾ ഒരു ഡേ മാത്രം നമുക്ക് ഈ റൂം ആവശ്യമുള്ളൂ. അപ്പൊ ഈ റൂമും ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് തന്നത് എൻ്റെ അളിയനാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് ഒരു 300 മീറ്റർ അടുത്ത്, അതായത് ബസ് ഇറങ്ങണതിന്റെ ഒരു 300 മീറ്റർ അടുത്താണ് എനിക്ക് അളിയൻ റൂം ബുക്ക് ചെയ്ത് തന്നെ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ മുന്നേ
ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഓട്ടോ പിടിച്ച് ഒരു 120 രൂപ കൊടുത്തിട്ടാണ് വന്നേ. നടക്കാനുള്ള ബസ് ശരിക്കും അളിയൻ ബുക്ക് ചെയ്ത സ്ഥലത്ത് ബസ് ഇറങ്ങണ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു 300 മീറ്റർ 250 മീറ്റർ നടക്കാനുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫെമി ഓട്ടോക്കാരനോട് എന്തോ കൊത്തല് എന്ത് ഭാഷ നിന്ന് സംസാരിച്ച് കന്നഡ. ഫെമി 7 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആളാണ്. ഫെമിക്ക് അത്യാവശ്യം നന്നായിട്ട് കന്നഡ സംസാരിക്കാൻ അറിയാം. പിന്നെ ഫെമി ഓട്ടോക്കാരനും കൂടി എന്തൊക്കെയോ സംസാരിച്ചു, ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഞാൻ ഈ റൂം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഇത് നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ജസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ റൂമിന്റെ വിശേഷങ്ങൾ. ഇനി ഞങ്ങള് എന്തിനാ പോണേ? ബ്രേക്ക്ഫാസ്റ്റ് ഫെമി കഴിക്കാൻ പോണത്. ഈ നാട്ടിൽ എന്ത് സംഭവങ്ങൾ ഫെമി എന്ന് പറഞ്ഞേ? നോക്കട്ടെ, കുറെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. ഫെമിക്ക് നൊസ്റ്റു സാധനങ്ങള്, ബംഗളൂരിലെ സാധനങ്ങളുണ്ട്. അതൊക്കെ കിട്ടോ കഴിക്കാനുള്ള പരിപാടിക്ക് ഫെമി പോണത്. ഞാൻ നമ്മുടെ നാടൻ ഇഡ്ഡലി ചട്നി എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. റൂം ഒന്ന് കാണിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവും. ബാംഗ്ലൂർ കുറച്ച് എന്തെങ്കിലും ഞങ്ങൾ വന്ന സ്ഥലത്തെ കാര്യങ്ങൾ, കാരണം ഞങ്ങൾ ആകെ ഒരു ഡേ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഫെമിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ബാക്കി പിന്നെ പറയാം. റൂം കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം 301. പകല് മാത്രം സ്റ്റേ ചെയ്യാനുള്ള നമ്മുടെ റൂം ഇതാണ്. AC ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്യുമെന്ന് നോക്കിയില്ല. അത്യാവശ്യം ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇതാണ് റൂം. ഒരു കബോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു വിൻഡോ. വന്ന വഴിക്ക് ഞാൻ കർട്ടനൊക്കെ തുറന്നിട്ടു. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അടിയിലൊരു മാവാന്ന് തോന്നുന്നു എന്തോ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഒരു ടോയ്ലറ്റ്, ഇത്രയുള്ള നമ്മുടെ റൂം, ബെഡ്. അപ്പൊ ഇതാണ് നമ്മള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ട്ടാ. അപ്പൊ ബാംഗ്ലൂരിന്റെ ഔട്ട്സൈഡ് കാഴ്ചകൾ തുടങ്ങായി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ. തണുപ്പൊന്നുമില്ല, നല്ല മരങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഓക്സിജനൊക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയുള്ള നടക്കണ. ഫെമി ആദ്യത്തെ ഒരു റെസ്റ്റോറന്റ് കണ്ട് അവിടെ തന്നെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം, ഒന്നും കൂടി നടന്നിട്ട് അതിനേക്കാൾ മോശമായത് ചിലപ്പോ കിട്ടിയാലോ. അപ്പൊ അതിനുള്ള പരിപാടി ഞങ്ങൾ നടക്കട്ടെ കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരത്തെ 7:30 അല്ലെ 7:30 കാഴ്ചകൾ. ഇവിടെ തണുപ്പുണ്ടാവും വിചാരിച്ചു വന്നാൽ ഏകദേശം നമുക്ക് സഹിക്കാവുന്ന തണുപ്പുള്ളൂ, അധികം തണുപ്പൊന്നുമില്ല. കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ്, നല്ല സുഖം. ഫെമി നമ്മൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞേ. ഇത് ബിസിബളബാത്തും, ഇത് പരിപ്പും റൈസും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് അവരുടെ കന്നഡക്കാരുടെ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ള സാധനം. അപ്പൊ ഫെമി പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ സാധനം കഴിക്കാൻ പോണം. പിന്നെ ഇത് റവ ഇഡലി. പിന്നെ ഇത് കേട് വട. ഇത് ഫെമി പറഞ്ഞിട്ടല്ല, ഇത് എനിക്ക് കണ്ടപ്പോ ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്തേക്കണ്ട. അപ്പൊ ഈ 3 സാധനമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പോണത്. ഫെമി ഏതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് പറയൂ ആദ്യം കഴിച്ചിട്ട്. വിസിബിൾ പാത്രം കഴിക്കണേ. എങ്ങനെയുണ്ട്? ചൂടുണ്ടാ? ഓക്കെ ആണോ? സൂപ്പറാ. അടുത്തത് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. റവ ഇഡ്ഡലി അല്ലേ? ഓക്കെ ആണോ ടേസ്റ്റ്? അപ്പൊ അടുത്ത ഐറ്റം നീ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തോ. ബാക്കി ഞങ്ങളിത് വേഗം കഴിച്ചു പോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വീഡിയോ എടുക്കാനൊന്നും അത്ര ഇവർക്ക് സപ്പോർട്ടീവ് അല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിക്കാൻ പോണ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇതും എന്റെ കേട് മധുരമുണ്ട്, കുഴപ്പമില്ല അല്ലെ? അപ്പൊ ഈ 3 ഐറ്റംസ് കൂടി ഞങ്ങൾ വേഗം കഴിച്ചു തീർക്കട്ടെ കേട്ടാ. പിന്നെ കാണാം. ഭയങ്കരമായ തിരക്കാണ് ഇവിടെ, നിക്കക്കളിയില്ലാത്ത തിരക്കാണ് കേട്ടാ. ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഇൻഫന്റ് ജീസസ് ചർച്ച് എന്ന് പറഞ്ഞ മുണ്ടീശ്വര പള്ളിയിലേക്ക് പോണ വഴിന്, പള്ളി തപ്പി പോണ വഴിന് കേൾക്കാൻ പറ്റണ്ടോന്ന് എനിക്കറിയില്ല. സമയം രാവിലെ 9 മണി സമയം. ബംഗളൂരൊക്കെ എലേമഴാണ് കായിണ്ടാവണെന്ന് തോന്നേ. നമ്മുടെ നാട്ടില് തണ്ടുമ്പഴല്ലേ ഉണ്ടാവുക, ഇവിടെ എലേമഴ ഉണ്ടാവും. ഞങ്ങള് കണ്ട നല്ല ഭംഗിയില്ലേ. വിവേക് നഗറിലുള്ള ഇൻഫന്റ് ജീസസ് ചർച്ച് ലക്ഷ്യമാക്കിയുള്ള യാത്രയിന് ഇപ്പൊ നിങ്ങൾക്ക് വിവേക് നഗറായപ്പോ അപ്പൊ വിവേക് നഗറിലുള്ള കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരു ഇൻഫന്റ് ജീസസ് ചർച്ച്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
നല്ല അടിപൊളി പള്ളിയായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് വരണേട്ടാ. ഫെമി ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ? ഫെമി ബാംഗ്ലൂരിലുള്ള സമയത്ത് ഇടയ്ക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെന്നാ പള്ളിയിലേക്ക് കയറട്ടെട്ടാ. പള്ളിയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. പള്ളിയുടെ സൈഡ് തന്നെയാണ് അല്ലേ ഇവിടുത്തെ. ഇതാണ് ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ പ്രധാന വാതിലായിട്ട് എനിക്ക് തോന്നണേ. അങ്ങനെയല്ലേ ഫെമി? അതേന്ന്. ഇതാണ് ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ ഉൾഭാഗം. നല്ല വിശാലമായ പള്ളിയാണ്. ഇവിടെയൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാണ്. അതിൻ്റെതായ ഇതുണ്ട്. ആൾക്കാരൊന്നുമില്ല. ബെഞ്ചും ഡെസ്കൊക്കെ പൊടി പിടിച്ച് കിടക്കാണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും വിശാലമായ പള്ളിന് ആൾക്കാർ പള്ളി അടിച്ചു വാരുന്നു, ക്ലീനിങ്, അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന പള്ളിയിൽ ഞാനും ഫെമിയും കൂടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ണീശോയുടെ രൂപം ഇരിക്കുന്നത് ഈ ഹോളില്, പള്ളിയുടെ ഒരു പ്രാർത്ഥനാ വിങ് തന്നെയാണ് അത്. അവിടെയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഉള്ളിലും ഒന്ന് പോയിട്ട് നോക്കട്ടെ കേട്ടോ. ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ കോമ്പൗണ്ടിലുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു ചെറിയ ഗ്രോട്ടോ, അതിമനോഹരമായ ഗ്രോട്ടോ ആയിട്ട് എനിക്ക് തോന്നി. നിറയെ ചെടികൾ നോക്കിയേ, നിറയെ ചെടികൾ. ബാംഗ്ലൂരിലെ നല്ല ക്ലൈമറ്റിൽ വളരുന്ന അടിപൊളി ചെടികൾ കണ്ട. നല്ല ചെടികളും പൂക്കളൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മനോഹരമായ കാഴ്ച എനിക്ക് കണ്ടപ്പോൾ തോന്നി നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളപ്പോ ഇൻഫന്റ് ജീസസ് ചർച്ചിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ. ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരുന്ന പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് പോകാനുള്ള ഊബർ വന്നു, ഞങ്ങൾ കയറി പോട്ടേട്ടാ. പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത്, ഫെമിക്ക് ഒരു എക്സാം ഉണ്ട് ബാംഗ്ലൂർ. അത് എഴുതാനാണ്. അതിൻ്റെ കാര്യങ്ങൾക്കുള്ള കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ കാണാം. അതുവരെ കുറച്ച് ബിസിയാണ്. എക്സാമിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഇരുട്ടായി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഞങ്ങൾ താമസിച്ച ഏരിയയിലേക്ക് ഒന്ന് നടന്നു. രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി വൈബുള്ള സ്ഥലമായിട്ടാണ് ഈ മാരുതി നഗർ എനിക്ക് തോന്നിയത്. അതായത് നിങ്ങൾ നോക്കിയേ, ഞങ്ങൾ രണ്ടാളും കൂടി ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നടന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അതാണ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കണ്ടോളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ലേ, ഗ്രാനീസ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലെ ലഞ്ചാണ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടി ആ തെരുവിലൂടെയൊക്കെ ഇങ്ങനെ തേരാ പാര അത് ഇതൊക്കെ പറഞ്ഞ് നടക്കണതിൻ്റെ ഇടയിൽ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയിൽ നോക്കി. ഫുൾ മഞ്ഞ കളറായിട്ട് ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷ തോന്നി, എന്താ അവിടെ നിന്ന്. അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഫ്രൂട്ട് സലാഡും ഷെയ്ക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ എന്തു ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. അടിപൊളി. ഇനി അധികം നേരമൊന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് പോകണം. റൂമിലെത്തിയിട്ട് വേണം. കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂം ചെക്ക് ഔട്ട് ചെയ്ത് ബസ് കയറുന്ന സ്ഥലത്തേക്ക്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ അടുത്ത് തന്നെയാണ് നമുക്ക് മെയിൻ റോഡ്. ഇപ്പോൾ ഒരു മെയിൻ റോഡ് കാണും. ആ മെയിൻ റോഡിലാണ് നമുക്ക് ബസ് വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ പോട്ടെ. റൂമിൽ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെക്ക് ഔട്ട് ചെയ്യാൻ. ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വരും. അങ്ങനെ താമസിച്ച ഒരു പകല് മുഴുവൻ രാവിലെ 6:40 വന്ന് രാത്രി 10 മണിക്ക് ഞങ്ങള് ചെക്കൗട്ട് ചെയ്ത് പോവാനുള്ള പരിപാടിന്. അപ്പൊ കീ ഒക്കെ കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഈ റൂമിനോട് ഇവിടെ പറയുകയാണ്. ബാംഗ്ലൂർ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു മരമാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഈ മരം രാവിലെ കാണിച്ചു തരണം എന്ന് ഞാൻ വിചാരിച്ചത്. കാണാത്ത ആൾക്കാർക്ക് രാവിലെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. പക്ഷെ തിരക്കുകൾ രാവിലെ കാണിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി മരമാണ്. നിറച്ച് പൂക്കളായിട്ടുള്ള ഒരു പ്രത്യേകതരം തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവണ മരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നടന്ന് നമ്മൾ ഇതേ മെയിൻ റോഡിലെത്തി. നമ്മുടെ ബസ് വരുന്ന സ്ഥലം ഏകദേശം കണ്ട ഇവിടെയാണ് നമ്മുടെ ബസ് വരുന്നത്. അപ്പോൾ ആ ഏരിയ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇതേ 10 മണി 10:15 സമയമായിട്ടുണ്ട്. എന്നിട്ടും ഇവിടുത്തെ തിരക്കിന് ഒരു കുറവുമില്ല. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. എനിക്കിങ്ങനെ രാത്രിയിൽ നല്ല തിരക്കുള്ള നഗരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
നമുക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ബസ് വന്നു. ഇതുപോലത്തെ ബസ് തന്നെയായിരിക്കും നമുക്ക് പോകാനുള്ളതും. സ്ലീപ്പർ ബസ്സാണ്, കിടന്നു പോണ ബസ്സാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ബാംഗ്ലൂർ പോകാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ബസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അവർ ബസ് കാത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട് നമ്മുടെ കല്ലട ട്രാവൽസിൻ്റെ ബാംഗ്ലൂരുള്ള ഓഫീസ് കേട്ടാ. ഇതാണ്, ഇതിൻ്റെ മുന്നിൽ നിന്നാണ് നമുക്കുള്ള ബസ്സും. ഇവിടെ നിൽക്കാനാണ് നമ്മുടെ ബസ്സുകാർ നമ്മളോട് പറഞ്ഞേക്കണത്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ശരിക്കും നമ്മുടെ തൃശ്ശൂര് റൗണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. സംഭവം ഇത് ബംഗളൂരു ആണ്, എന്നാലും തൃശ്ശൂര് റൗണ്ടിലെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ നോക്കിട്ടാ. ബംഗളൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവാൻ പോവാണ്. ഞങ്ങൾക്ക് പോവാനുള്ള ബസ് വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങള് പോവാനുള്ള ബസ് കേട്ടാ, ബംഗളൂരിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ് ഈ കാണുന്നത്. ബസ് പോണായിട്ട് മുന്നേ ഞാൻ കയറാൻ നോക്കട്ടെ. നിങ്ങളൊന്ന് ഈ ബസ്സൊന്ന് നോക്കി, ഇട്ടിവെട്ട് ബസ്, സൂര്യ കണക്റ്റിന്റെ ബസ്സാണ്. ആരെങ്കിലും ബാംഗ്ലൂർ പോവുക വരിക ചെയ്യണ്ടെങ്കിൽ ഈ ബസ് സെലക്ട് ചെയ്യട്ടെ. ഇട്ടിവെട്ട് ബസ്സാണ്. നമ്മൾ കൊടുക്കണ പൈസക്ക് എന്തെന്നാ മുതലാവണ ഒരു അടിപൊളി ബസ്സാണ്. ഞങ്ങൾ അങ്ങനെ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറട്ടെ. ബസ്സിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ പരമാവധി ഞാൻ കാണിച്ചത്. ഇതേ നിങ്ങൾ നോക്കിയേ, ഇതെന്താണ് ഈ കാണുന്നത്? എന്തു ഭംഗിയാ നോക്കിയേ ബസ്സിന്റെ ഉൾഭാഗമൊക്കെ കാണാൻ. എന്തായാലും ഗൾഫിലേക്കൊക്കെ പോണ സാധാരണ ഫ്ലൈറ്റിനേക്കാളും ഭംഗിയായിട്ടാണ് എനിക്ക് കാണുമ്പോൾ തന്നെ തോന്നണേട്ടാ. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ ഒപ്പം ഈ ബസ്സിന്റെ ഉൾഭാഗം കാണട്ടോ. എന്തു ഭംഗിയാ നോക്കി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ലഗേജിൽ ഇട്ടിട്ടില്ല, നമ്മുടെ കയ്യിൽ തന്നെ വെച്ചു. നമുക്ക് കിട്ടിയേക്കണത് 2 കുപ്പി വെള്ളം കിട്ടിയിട്ടുണ്ട്. നമുക്കിതേ പുതച്ച് കിടന്നുറങ്ങാൻ 2 പുതപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ, ഈ കർട്ടനൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കി ഇനി കിടന്നുറങ്ങണം. ഇനി അതാണ് പരിപാടി. അങ്ങനെ ഞാനും ഫെമിയും കൂടി ബംഗളൂരുന്ന് തൃശ്ശൂർക്കുള്ള യാത്രയിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു എന്ന് തോന്നണേ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബാക്കി വിശേഷങ്ങള് ഞാൻ തൃശ്ശൂര് രാവിലെ എത്ര മണിക്ക് എത്തുന്ന പറഞ്ഞേ? രാവിലെ 6 മണിക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തണം കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബംഗളൂരു നിന്ന് തിരിക്കാണ്. നല്ല അടിപൊളി വണ്ടി, നല്ല സീറ്റ് ഒക്കെ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാനും ഫെമിയും കൂടി ബംഗളൂരു വന്ന് രാവിലെ 7 മണിയായപ്പോൾ തൃശ്ശൂര് എത്തി. മണ്ണുത്തിയിലാണ് ഇറങ്ങിയത്. മണ്ണുത്തിയിൽ നിന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് നമ്മുടെ തെക്കേ നടയിലുള്ള രാധാകൃഷ്ണയിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ലേ ഫെമിയെ? അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഉദ്ദേശിച്ചേക്കണത് തൃശ്ശൂർ ടൗണിൽ നിന്ന് തുടങ്ങി തൃശ്ശൂർ ടൗണിൽ അവസാനിപ്പിക്കാനാണ്. അപ്പോൾ ബംഗളൂരു പോയി തൃശ്ശൂർ വന്നു. അപ്പോൾ ഇനി വീഡിയോ ഏകദേശം അവസാനിപ്പിക്കണം. ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, തൃശ്ശൂരിൽ നിന്ന് പോണ കാര്യങ്ങൾ കാണിക്കുക. ബംഗളൂരു ഞങ്ങൾക്ക് അധികം നേരം ഉണ്ടായിരുന്നു, ഒരു പകല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബംഗളൂരു എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ പോയ കാര്യങ്ങളും കുറച്ച് അവിടുത്തെ വളരെ കുറച്ച് കാഴ്ചകളും ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വീണ്ടും തൃശ്ശൂർ എത്തി. അപ്പോൾ നമ്മുടെ തെക്കേ നടയിൽ വടക്കുനാഥൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു നിങ്ങളോട് യാത്ര പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിയാൽ നിറച്ച് പശു മേയണു. അതിൻ്റെ കൂടെ പശുക്കളുടെ കൂടെ കൊക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഫെമിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫെമി ബാക്കി കാര്യങ്ങൾ പറയൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലുള്ള കാര്യങ്ങളൊക്കെ പറയൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമന്റ്, നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ എങ്ങനെ പോണു, ഈ ചാനൽ ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ആൾക്കാർ പറയണം. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കമന്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തൃശ്ശൂർ ടു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീണ്ടും തൃശ്ശൂർ വരെയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.